കേരളത്തിൽ അതിഥിയായി എത്തി പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടല്ലോ. ഇനി കൂടുതൽ അന്വേഷണം, അതിലെ വിവരങ്ങൾ പുറത്തു വരാനുണ്ടല്ലോ. കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങൾ ഉണ്ടോ? കുറ്റപത്രം പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് വിശദ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ജ്യോതി മൽഹോത്രയെ ഇപ്പോൾ ജയിലിലാണ്, അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവർക്കെതിരായി 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. അത് തന്നെ ഈ കേസിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നു. അതായത് ഒരു കേസ് സാധാരണ നിലയ്ക്ക് പോലീസ് 90 ദിവസത്തിനുള്ളിൽ അതീവ ഗൗരവകരമായ കുറ്റകൃത്യം ആണെങ്കിൽ മാത്രമേ 90 ദിവസത്തിന് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ്, കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കൂ. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വിചാരണ തടവുകാരനാണ്. അതുവരെ നമ്മൾ ഈ അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റിമാൻഡിൽ പോകുന്നത്. അപകടകാരികളായ കുറ്റവാളികളെയാണ് ജാമ്യം കൊടുക്കാതെ ജയിലിൽ സൂക്ഷിക്കുന്നത്. അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുമ്പോൾ ഈ കോടതി അവർക്ക് ഇടപെട്ട് ജാമ്യം കൊടുക്കുന്നു. അന്യായമായിട്ട് ഒരാളെ കസ്റ്റഡിയിൽ വയ്ക്കാൻ, അന്വേഷണം ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുമ്പോൾ, കാരണം കുറ്റപത്രം കൊടുക്കുന്നത് വരെ അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. അപ്പോൾ അതുവരെ അതങ്ങനെ നീണ്ടുപോകുമ്പോൾ അന്യായമായിട്ട് ഒരാളെ കസ്റ്റഡിയിൽ വയ്ക്കരുതെന്ന് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. നമ്മുടെ നിയമങ്ങളും അത് അനുശാസിക്കുന്നു. അങ്ങനെയാണ് പലർക്കും ജാമ്യം കിട്ടുന്നത്. കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതികൾക്ക് 6 മാസത്തിനുള്ളിലൊക്കെ ജാമ്യം കിട്ടുന്നത് അങ്ങനെയാണ്. ഇവിടെ ഇത് ചാരപ്രവർത്തനമാണ്, രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹത്തെ സംബന്ധിച്ച് നമ്മുടെ നിയമം പൊളിച്ചെഴുതാനുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു വരികയാണ്. പക്ഷേ ഈ ജ്യോതി മൽഹോത്ര, നമുക്കറിയാം, പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ അന്വേഷണം NIA നടത്തി വരുമ്പോഴാണ് ഈ പാകിസ്ഥാനിലേക്ക് വിവരങ്ങൾ കൈമാറി എന്ന് കണ്ടെത്തി ജ്യോതി മൽഹോത്രയെ അവർ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് അവർ ആരോപിക്കുന്നത് അതാണ്. ഈ ജ്യോതി മൽഹോത്ര മാത്രമല്ല, 12 പേര് അറസ്റ്റിലായിട്ടുണ്ട്. ഈ 12 പേരും ജയിലിൽ കഴിയുകയാണ്. ഇപ്പോൾ ഈ കേസിൽ കുറ്റപത്രം കൊടുത്തിരിക്കുന്നു. മലയാളികൾ ഇത് കൂടുതൽ ശ്രദ്ധിച്ചത് കേരളത്തിന്റെ അതിഥിയായിരുന്നു. അതെ, തീർച്ചയായും. നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ ക്ഷണപ്രകാരം ടൂറിസം മന്ത്രി കേരളത്തിലെത്തിയതാണ്. ടൂറിസം മന്ത്രി പ്രത്യേകം ക്ഷണിച്ചു കൊണ്ടുവന്ന് കേരളത്തിന്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെ കുറിച്ച് ഇവരുടെ യൂട്യൂബ് വഴി, ഇവരൊരു യൂട്യൂബറാണ്, യൂട്യൂബ് വഴി പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതിന് പണവും കൊടുത്തു, നമ്മുടെ ഖജനാവിൽ നിന്ന് പണവും കൊടുത്തു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ, അത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ കേരളത്തിൽ വന്നത് എന്തിനാണെന്നും ഒക്കെ NIA കേരളത്തിൽ വരികയും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. ഈ കേസ് അന്വേഷിക്കുന്ന NIA ഉദ്യോഗസ്ഥർ കേരളത്തിൽ വന്ന് അതിൻ്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കുറ്റപത്രം പുറത്തു വരുമ്പോഴേ അറിയാവുള്ളൂ. കുറ്റപത്രം നാളെ ഈ കേസ് പരിഗണിക്കുന്നുണ്ട്, ഓഗസ്റ്റ് 18 കോടതി. അപ്പോൾ ഇവരുടെ അഡ്വക്കേറ്റ് ഒരു കുമാർ മുകേഷ് എന്ന് പറഞ്ഞൊരു അഭിഭാഷകനാണ്. അപ്പോൾ ഈ കുമാർ അഭിഭാഷകൻ പറയുന്നുണ്ട്, അദ്ദേഹം ANIക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ജാമ്യം കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല, പക്ഷേ കുറ്റപത്രത്തിൻ്റെ കോപ്പി നാളെ തന്നെ കിട്ടിയേക്കും. അങ്ങനെയാണെങ്കിൽ ആ കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്, പോലീസ് എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, എന്തൊക്കെ തെളിവുകളാണ് ഇവർക്കെതിരെ ഉള്ളത് എന്ന് നോക്കിയിട്ടേ ഞങ്ങൾക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ, എന്നിട്ടേ മറ്റു കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്, ഇവരുടെ അഡ്വക്കേറ്റ്. എന്തായാലും ഞങ്ങൾ നിയമപരമായിട്ട് കേസിനെ നേരിടും എന്ന് മാത്രമേ ഈ അഭിഭാഷകൻ, ജ്യോതി മൽഹോത്രയുടെ അഭിഭാഷകൻ ഇപ്പോൾ പറയുന്നുള്ളൂ. പക്ഷേ നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് ഇവർ ഈ പാക് ചാരസംഘടനയായ ISIയുടെ ഏജന്റുമാരെ കാണുന്നു. അതുപോലെ പാക് ഹൈക്കമ്മീഷനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ, ഡാനിഷ് അലി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനെ നിരവധി തവണ കാണുന്നു. പാക് ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഇവരുടെ നിക്കാഹ് കഴിയുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ പാകിസ്ഥാൻ സന്ദർശിക്കുന്നുണ്ട്. ഇവർ പാകിസ്ഥാനിൽ ചെല്ലുമ്പോൾ ഇവർക്ക് അവിടെ നമ്മുടെ നാട്ടിൽ മുതിർന്ന VIPകൾക്കൊക്കെ കിട്ടുന്ന Z കാറ്റഗറി സുരക്ഷയുണ്ടല്ലോ, അതുപോലെയുള്ള സുരക്ഷ തോക്കേന്തിയ പാക് സൈനികർ ആണ് അവർക്ക് സുരക്ഷ കൊടുക്കുന്നത്. ഈ പാക് ISI ഏജന്റുമാരുമായിട്ട് അവർ ചർച്ച നടത്തുന്നു, നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, അവിടെ താമസിക്കുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സംശയാസ്പദമായിട്ട്, ദുരൂഹമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇനി കൃത്യമായ വിവരം. ഇവരെന്തിനാണ് ഈ പറഞ്ഞ പാക് സൈനിക ഉദ്യോഗസ്ഥന്മാരെ കണ്ടത്, ഈ ISI ഏജന്റുമാരെ കണ്ടത്, ISIയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ, ചാരസംഘടനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടത് എന്തിനാണ്? അവർ ഇവിടെ കേരളത്തിൽ വന്നു, ഈ പറഞ്ഞതുപോലെ ടൂറിസം പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി അവരെ വിളിച്ചു വന്നു. പക്ഷേ ഇവിടുന്ന് അവർ ഡൽഹിയിൽ ചെന്നിട്ട് പിന്നീട് നേരെ പോയത് പാകിസ്ഥാനിലേക്കാണ്.
അപ്പോൾ ഇതൊക്കെ വളരെ ദുരൂഹമായിട്ട് തുടരുക. ഈ പറയുന്ന കേരളത്തിൻ്റെ മന്ത്രി പറയുന്നു ഞങ്ങൾ ടൂറിസം പ്രൊമോഷൻ ചെയ്യാൻ വിളിച്ചതാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മന്ത്രിയുടെ ആ വിശദീകരണം കൊണ്ട് തീരും. മാത്രമല്ല നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം, ഈ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായതിനു ശേഷം ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ റിയാസ് മൗനത്തിലാണ്. അതായത് മന്ത്രി വ്യക്തമായി വിഴുങ്ങുന്ന മനുഷ്യനാണ്. അതെ, മൈക്ക് കണ്ടാൽ ഹാലിളകുന്ന ഒരാള് ഈ വിഷയത്തിൽ മണിക്കൂറുകളോളം ആമസോണിൽ തീകത്യകാര്യമായാലും എന്താണെങ്കിലും, അതെ, നമ്മുടെ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ചാള ഈ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ കാര്യമായാലും ഏത് വിഷയത്തിലും പരിസ്ഥിതി മുതൽ ബഹിരാകാശം വരെയുള്ള എന്ത് കാര്യത്തിലും പ്രതികരിക്കുന്ന ആള് ചോദിച്ചത് ഞങ്ങൾ എന്നെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. ഈ ഒരു മറുചോദ്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഒരു മറുചോദ്യം അല്ലാതെ അല്ല, സംശയമുള്ളതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ അതെ, ആടിനെ പട്ടിയാക്കുന്ന മറുപടി തിരിച്ചു പറയുകയാണ്. ഈ ഒരു മറുപടി അല്ലാതെ മന്ത്രിക്ക് വേറൊന്നും പറയാനില്ല. എന്നാൽ ആര് പറഞ്ഞിട്ടാണ് താൻ ഇവരെ വിളിച്ചത്? ആരുടെ ബുദ്ധിയായിരുന്നു ഇത്? ഇത്തരത്തിൽ എന്തായാലും മന്ത്രിക്ക് ഒരു സുപ്രഭാതത്തിൽ വെളിപാട് തോന്നിയിട്ട് വിളിക്കുന്നതല്ലല്ലോ. ഇതിനകത്ത് മന്ത്രി വകുപ്പിലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കയറി ഒരു മന്ത്രി അങ്ങനെയല്ലല്ലോ നമ്മുടെ വ്യവസ്ഥ. ഇന്ന് കൃത്യമായിട്ട് എഴുത്തുകുത്തുകളൊക്കെ ഉണ്ട്, രേഖകളുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നു, പല ഈ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനത്തിന് അവർ വന്നു, അവിടെയും അവരെ ആര് ക്ഷണിച്ചു, എങ്ങനെ വന്നു എന്നൊക്കെയുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട്. അത് ഈ കുറ്റപത്രം 2500 പേജുള്ള കുറ്റപത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവർ ഹിസാർ സ്വദേശിനിയായ 33-കാരിയാണ് ജ്യോതി മൽഹോത്ര. നിരവധി ഫോളോവേഴ്സ് അവർക്കുണ്ട്, അവരുടെ യൂട്യൂബ് വളരെ ഹിറ്റാണ്. ഇതെല്ലാം കൂടി വളരെ ദുരൂഹമായ ഒരു പശ്ചാത്തലം ഇതിന് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറ്റപത്രം പുറത്തു വന്നതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ഇതിനെ സംബന്ധിച്ച് അറിയാൻ സാധിക്കും. NIA വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഈ കേസുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. അവർക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ കയ്യിൽ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ തെളിവുകളും അതിനോട് അനുബന്ധമായ മറ്റ് രേഖകളും അവർ ഈ കുറ്റപത്രത്തിനോടൊപ്പം തീർച്ചയായിട്ടും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോടതിയാണ് ഇനി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ഇപ്പം ഇവരുടെ അഭിഭാഷകൻ പറയുന്നുണ്ട് എന്തായാലും ജാമ്യം കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അവർ വീണ്ടും റിമാൻഡിലേക്ക് പോയി വിചാരണ ഉടനെ തന്നെ ആരംഭിക്കും. കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോടതി വിചാരണ വൈകാതെ ആരംഭിക്കും. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു കോപ്പി ഇവർക്ക് കൊടുക്കും, പ്രതിക്കും കൂടെ കൊടുക്കും. പ്രതിയുടെ അഭിഭാഷകൻ അത് കോടതിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് തന്നെ വാങ്ങിക്കഴിഞ്ഞിട്ട് കേസിൻ്റെ വിചാരണയുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ എന്തായാലും ജ്യോതി മൽഹോത്രയ്ക്ക് ഉടനെ എങ്ങും ജാമ്യം ലഭിക്കില്ല എന്ന് വ്യക്തമാണ്. അവർ മാത്രമല്ല ഈ വകുപ്പുകൾ വളരെ ശക്തമായിരിക്കും. UAPA പോലെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പറഞ്ഞതുപോലെ കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ, ഈ കുറ്റപത്രം വന്നതിന് ശേഷം വിചാരണ ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ, അപ്പോഴായിരിക്കുമല്ലോ പ്രോസിക്യൂഷൻ വളരെ ശക്തമായിട്ട് ഈ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കുകയും വാദിക്കുകയും ചെയ്യണമല്ലോ. അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ഈ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുക. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ജ്യോതി മൽഹോത്ര ജയിലിൽ തന്നെ തുടരും. അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. അത് അവരുടെ അഭിഭാഷകൻ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു. നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജ്യോതി മൽഹോത്രയ്ക്ക് ഇനി എന്താണ് പറയാനുള്ളത്, ഈ കുറ്റപത്രത്തിൽ NIA എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങൾ കുറ്റപത്രം പുറത്തു വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.